അപ്പം നമുക്ക് അന്നന്താരാണ് ഞങ്ങളുടെ സ്വന്തം UAE നാഷണൽ ഡേയുടെ ആഘോഷങ്ങൾക്ക് ഞങ്ങളും പങ്കുചേരണം. അപ്പം ഹാപ്പി നാഷണൽ ഡേ. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റാക്ക് മല്ലു കപ്പിൾ. ഇന്ന് ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് UAEയിലുള്ള റാസൽ ഖൈമയിലെ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റാസൽ ഖൈമയിലെ ചരിത്രപരവും സാംസ്കാരികപരവുമായ ഒരു വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെയുണ്ട്. കോവിഡ് ടൈം ആയ കാരണം കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇതിലെ ഈ നാഷണൽ മ്യൂസിയത്തിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. വാ, നമുക്കതിനുള്ളിലോട്ട് കയറി നോക്കാം. മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. വാ. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ 15 ദിർഹംസാണ് ഒരു ഫാമിലിക്ക് ഇവർ ചാർജ് ചെയ്യണത്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരാൾക്ക് 5 ദിർഹംസും. ഇവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ മജ്ലിസാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. UAEയുടെ പരമ്പരാഗത രീതിയിലുള്ള മജ്ലിസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. അതിനോടൊപ്പം തന്നെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കലങ്ങളും ഭരണികളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടും കൂടുതൽ പോയി നോക്കാം. സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കയറിയപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ എല്ലാ വീടുകളിലും കാണും പണ്ടിനാല് ഈത്തപ്പഴത്തിന്റെ ചാറ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു സിസ്റ്റമാണ് അവർ കാണിച്ചേക്കുന്നത്. അതെ, നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ വാങ്ങിക്കാൻ കിട്ടും ഈത്തപ്പഴത്തിന്റെ ചാറ്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാ വീടുകളിലും ഉണ്ടാവും ഇങ്ങനെ ഒരു സിസ്റ്റം. ഇതെങ്ങനെയാ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതന്നെ അട്ടിയാക്കിയിട്ട് വെക്കും. ഒഴുകി ഒഴുകി ഇങ്ങനെ വന്നിട്ട് ഈ ഡ്രമ്മിൽ വന്ന് വീഴും. എല്ലാ വീടുകളിലും കാണും ഇങ്ങനെ. കണ്ട, ഇവിടെ നിന്നിട്ടാണ് ഇങ്ങനെ അവര് ഡ്രമ്മിൽ വീണിട്ട് അവിടെ നിന്ന് അവര് ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടോ അവിടെ ഈത്തപ്പഴം മറക്കണ ഫോട്ടോസൊക്കെ അവരിവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് അവർ കാണിച്ചു കൊടുത്തേക്കണത്. ഈത്തപ്പനയുടെ ഓല കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ ഈ എന്താ പറയുക ചാക്കൊക്കെ എടുത്ത് ഇതാക്കിയേക്കണത്. തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഈ ഡേറ്റ് സിറപ്പ് എക്സ്ട്രാക്ട് ചെയ്യണ വേറൊരു മെത്തേഡാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പനേനെ ട്രീ ഓഫ് ലൈഫ് എന്നാണ് പറയണത്. അതായത് ഈന്തപ്പന ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാനേ വയ്യ എന്നാണ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റാക്ക് കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നോക്കിയേ, അൽജീർ, ഷാം, ഗലീലിയ, കോർക്കുവേർ, അതിലൊക്കെ എല്ലാ ഒരു ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഒരു മാപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്കൊരു പൊതുവായിട്ടുള്ള രൂപം കിട്ടും നമ്മുടെ റാസൽ ഖൈമയിലെ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
മ്യൂസിയത്തിനെ പറ്റിയുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. BC 5000 മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ള ഓരോ ഏജിലെയും കാര്യങ്ങളാണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ബ്രോൺസ് ഏജ് ആണ്. ബ്രോൺസ് ഏജ് തൊട്ടിട്ട് മോഡേൺ പീരീഡ് വരെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബ്രോൺസ് ഏജിലെ നിയോലിത്തിക് പീരീഡിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇവർ ബ്രോൺസ് ഏജ് ആയിട്ട് കൂട്ടിയേക്കുന്നത്. അതായത് BC 3200 തൊട്ടിട്ട് BC 1200 വരെയുള്ള കാലഘട്ടത്തിൽ ഷൈമൽ സെറ്റിൽമെന്റിലെ അവർ ഉപയോഗിച്ചിരുന്ന എന്താ ഈ വെസൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ലിഡ്സ്, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസ്, അതിൻ്റെ ഒക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. മുസഫർ കാണിച്ചു കൊടുത്തേ. ഓക്കെ, ആദ്യം ഇത് നോക്കാം. ഇത് പോട്ടറീസ് ആണ്. പോട്ടറീസ് ഓരോരോ പീസുകൾ അതിൻ്റെ. പിന്നെ ഇത് മൺകലം അതൊക്കെ പോലെ പണ്ടത്തെ അത് പാത്രം തോന്നില്ല. അത് ആ പാത്രം തോന്നുന്നു. ഗ്ലാസ് വെസൽസ് ആൻഡ് ലിഡ്സ് ആണ്. അതായത് ഷൈമൽ ടോംബ്. പിന്നെ അതേ മൂടികൾ ഇതിൻ്റെ. ഇത് ദയ ടോംബ് 1 and 2 പീരീഡിലുള്ള ഫ്രാഗ്മെന്റ്സ് ഓഫ് സ്റ്റോൺ വെസൽസ് ആൻഡ് സോഫ്റ്റ് സ്റ്റോൺ ലിഡ്സ്. പക്ഷെ വെപ്പൺ കണ്ട പണ്ട് അനിമൽസിനൊക്കെ കണ്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 4000 years ago ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അവർ കാണിച്ചേക്കുന്നത് ദയ ടോംബില്. നമ്മൾ അവിടെ കണ്ടത് ബ്രോൺസ് ഏജിലെ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അയൺ ഏജ്. അതായത് BC 1250 തൊട്ടിട്ട് 300 BC വരണവർ അയൺ ഏജ് ആയിട്ട് കണക്ക് കൂട്ടിയേക്കണത്. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള തോമ്പായിട്ട് അവർ പറയുന്നത് ഗലീലിയ തോമ്പ്. അതിൻ്റെ ഒരു എന്താ പറയുക മോഡൽ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഗലീലിയ തോമ്പ് ഇങ്ങനെയായിരുന്നു എന്ന്. ഡിസ്ക്രൈബ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗലീലിയ tomb has 2 chambers on raised platform. It has a partly paved floor and a roof made of large stone slabs. അമ്പതോളം ആൾക്കാരുടെ റിമൈൻസ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രസം. പാർട്ട് ഓഫ് സസാനിയൻ ഏജ് ആണ് ഇവർ കാണിച്ചേക്കണേ. അത് ആ ഏജിലെ തന്നെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാ കളക്ഷനും കണ്ടത് വെള്ളം ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാൻ സാധനം. അതെ, ഇത് നമ്മൾ കല്ലുപോലത്തെ സാധനം. കല്ലുകളൊക്കെ ഉണ്ട് അല്ലേ. നോക്കി ഒരു സംഭവം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. സംഭവം ഇങ്ങോട്ട് നീങ്ങിയുടെ ഷെൽ നെക്ലേസ് ഫ്രം എ ഗ്രേവ് ഓഫ് പാർത്തിയൻ പീരീഡ്. പിന്നെ കണ്ട വെപ്പൺസ്, ആരോ ഹെഡ്സ്. സെഞ്ചുറിയിൽ നമ്മൾ ബ്രിട്ടീഷുകാർ UAE ട്രേഡിന് വന്നപ്പോൾ തൊട്ടുള്ള അവരുടെ എന്താ പറയുക വെസൽസിൻ്റെയും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്ത ലിഡിൻ്റെയും ഒക്കെ ഹ്യൂജ് കളക്ഷൻ ഇവിടെയുണ്ട്. കാട്ടിത്തരാം. 15th സെഞ്ചുറിയിലേട്ടാ. അതായത് നമ്മളുടെ യൂട്ടൻസിൽസ് ഒക്കെ എന്താ പറയുക നേരത്തെ നമ്മൾ മഡ് കൊണ്ടുള്ളതാണ് കണ്ടിരുന്നത്. ഇതിപ്പോൾ നോക്കിയ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പ്രൊക്സിലിയൻ മോഡലായിട്ട് മാറി. അവർ എഴുതി വെച്ചിട്ടുണ്ട്. ബേർഡ്സ് ആൻഡ് അനിമൽസ് ആണ് ഈ സംഭവങ്ങളെ കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ബേർഡ്സ് ആൻഡ് അനിമൽസിന്റെ പിക്ചർ. നമ്മളെ നാട്ടിൽ എന്താ പറയാ, പിഞ്ഞാണെന്ന് പറയും. കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഒരു എന്താ പറയാ 15th സെഞ്ചുറി. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന റഫാഖ് സെറ്റിൽമെന്റിന്റെ എന്താ പറയാ അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ കാര്യങ്ങളും മറ്റുമാണ്. അവിടെ ഒരു ഐഡിയലായിട്ട് അതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. നമുക്ക് ഇവിടെ ആൻസെസ്റ്റേഴ്സ്, നമ്മുടെ ആൻസെസ്റ്റേഴ്സ് UAE ആൻസെസ്റ്റേഴ്സിന്റെ ഒരു എന്താ പറയുക
പൂർണ്ണ രൂപം അവിടെ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് കാണുന്നത് AD 1300 AD 1899 വർഷത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ. എന്താണ് ഗ്ലാസ് ബാംഗിൾസ്, അങ്ങനത്തെ വളകളൊക്കെ ഗ്ലാസ് അവർ ഉപയോഗിച്ചിരുന്ന വളകൾ, കാര്യങ്ങൾ. ആ പീരീഡിന് എന്തെങ്കിലും പേരുണ്ടാവും നോക്കി. ജുൽഫാർ പീരിയഡ്. ജുൽഫാർ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത് ആ കാലഘട്ടത്തെ. അവിടെ കണ്ട അതെ, ഓർണമെന്റ്സും ഉണ്ട് അല്ലേ ഈ ഭാഗത്ത്. ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന ഓർണമെന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ യൂട്ടൻസിലും കുപ്പി, ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട്. പോട്ടറി ക്യാമൽസ്, ഗ്ലാസ് ബാംഗിൾസ്, കോഹി സ്റ്റിക്സ്. പിന്നെ ബ്രോൺസ് ഒബ്ജക്ട്സ് 16th 18th സെഞ്ചുറി. പിന്നെ ബോട്ടിൽ ബേസസ് ആൻഡ് നെക്സ്. ഇതിന്റെ ബോട്ടിലിന്റെ ബേസസും നെക്സും അത്. പിന്നെ ലംബോസ് കർണിയൽ സ്റ്റോൺ ബീഡ്സ് ഉണ്ടായി. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈത്തപ്പഴം എങ്ങനെയാണ്, ഈത്തപ്പഴം എങ്ങനെയാണ് അതിന്റെ അനാട്ടമി കൊടുത്തേക്കണം. ദൈവപ്പാനിന്റെ അനാട്ടമി ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കി ഇങ്ങോട്ട് വന്നേ, നമ്മളുടെ ഈന്തപ്പഴത്തിന്റെ കുഞ്ഞേന്ന് തൊട്ടിട്ട് എങ്ങനെയാണ് പൂർണ്ണ വളർച്ച എത്താണ്ട് വരയ്ക്കുക അതും കൊടുത്തിട്ടുണ്ട്. ഹനാബൗക്ക് എന്നാണ് പറയാ. നമ്മള് ഈ തേങ്ങയുടെ മെച്ചിങ്ങ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈന്തപ്പഴത്തിന്റെ കുഞ്ഞീനെ പറയുന്നതാണ് ഹനാബൗക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ഹനാബൗക്ക് കിമിലി കലാർ തമിഴ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് 4000 വർഷം മുന്നത്തെ ഈന്തപ്പഴയുടെ സീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈന്തപ്പഴത്തിന്റെ കുരു നോക്കി, 4000 വർഷം മുന്നത്തെ 4000 years old date palm seed. ഇതിന്റെ പേര് ഹനാബൗ. ഇങ്ങോട്ട് നോക്കിയേ, പണ്ട് കാലത്ത് ഈന്തപ്പനേമ കയറാൻ ഉപയോഗിച്ചിരുന്ന തളപ്പ്, നമ്മുടെ നാട്ടിൽ തെങ്ങ് കയറാൻ ഉപയോഗിക്കുന്ന തളപ്പില്ലേ, അതുപോലത്തെ തളപ്പ് പോലത്തെ ഒരു സാധനം. പിന്നെ അതുപോലെ ഉപയോഗിച്ചിരുന്ന ടൂൾസുമാണ്, അതായത് പലതരത്തിലുള്ള കത്തികളും കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൻ കളക്ഷനാണ്, അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും മറ്റും. ഇനി ഈ മ്യൂസിയത്തിലെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. പണ്ട് കാലത്ത് അറബി വീടുകളിൽ ഒരു മജ്ലിസ് തന്നെ ഇവരിവിടെ എഴുതി വെച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതിന്ന് വെച്ചാൽ മജ്ലിസ് സെറ്റ് ചെയ്തേക്കണ മെജോറിറ്റി ഒരു 80% ഡേറ്റ് പാമിന്റെ ട്രീയുടെ ഭാഗങ്ങളും ഉണ്ടാക്കിയ കുറെ കാര്യങ്ങൾ കൊണ്ടാണ്. ഫസ്റ്റ്
ഡേറ്റ് പാം പ്രോഡക്റ്റ് അതെ, പാം ട്രീയുടെ എല്ലാ ഭാഗവും യൂസ്ഫുൾ എന്നാണ് പറയണത്. വുഡ്, അതുപോലെ തന്നെ ലീവ്സ്, ടിമ്പർ എല്ലാം ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മജ്ലിസിന്റെ ഒരു ചെറിയ രൂപം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഓഫ് ദ സീസ് തന്നെയാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഒരു മെയിനായിട്ട് ഫിഷിങ്ങിനും പേൾ ഡൈവിങ്ങിനും അതുപോലെ തന്നെ ചരക്ക് കാർഗോസ് കടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന വഞ്ചി, ബോട്ട്. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. കാണാൻ നല്ല ഭംഗിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പണ്ട് കാലത്തെ പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു നല്ലൊരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് പരമാവധി പറ്റിയെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ റാസൽ ഖൈമയുടെ UAE ചരിത്രം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഞങ്ങളുടെ റാസൽ ഖൈമയിലെ മ്യൂസിയം. അപ്പോൾ പരമാവധി UAE വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 5 ദിർഹമുള്ളൂ എൻട്രൻസ് ഫീസ്. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. ഞങ്ങളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വരണേ. അപ്പോൾ ഹാപ്പി നാഷണൽ ഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, സീ യു സൂൺ.